Hello friends, എൻ്റെ പേര് ശ്രീകല and welcome to Life with Sri. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാനാണ്. സംസാരിച്ച് നിങ്ങളെ അധികം ബോർ അടിപ്പിക്കില്ല. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് is about intermittent fasting. കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് വളരെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ്. വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ജേർണിയിലൂടെ കടന്നു പോയവർക്ക് എല്ലാവർക്കും ഗൂഗിളിലോ യൂട്യൂബിലോ എവിടെ സെർച്ച് ചെയ്താലും ഹൗ ടു ലൂസ് വെയിറ്റ് എന്നൊക്കെ നോക്കിയാൽ ആദ്യം വരുന്ന ഒരു കാര്യമാണ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ്. ഞാൻ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങിനെ പറ്റി കേൾക്കുന്നത് ഒരു 2 വർഷം മുന്നെയാണ്. അന്ന് ഞാൻ പോസ്റ്റ് ഡെലിവറി നല്ലോണം വെയിറ്റ് ഒക്കെ കൂടിയപ്പോൾ എനിക്ക് എക്സസൈസ് ചെയ്ത് അല്ലെങ്കിൽ ഡയറ്റൊക്കെ ചെയ്ത് തുടങ്ങാൻ സമയം കുറേ ആയി. പക്ഷെ ഞാനതൊന്നും തുടങ്ങിയിട്ടില്ല, ട്രൈ ചെയ്തിട്ടില്ല. ആ സമയത്താണ് ഞാൻ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങിനെ പറ്റി കേൾക്കുന്നത്. അപ്പോൾ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങിനെ പറ്റി കേട്ടപ്പോൾ തന്നെ ഞാൻ ഓർത്തു ഈസി ആണല്ലോ, ചെയ്യാമല്ലോ, ഇത് കുറച്ച് മണിക്കൂർ കഴിക്കാതെ ഇരിക്കണം എന്നല്ലേ ഉള്ളൂ, ബാക്കി നമ്മൾക്ക് ഡയറ്റിൽ അധികം ചേഞ്ചസ് ഒന്നും വരുത്തണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ട്രൈ ചെയ്ത് തുടങ്ങിയത് വിത്ത് ലൈറ്റ് എക്സസൈസ്. ലൈക്ക് ജിമ്മിൽ പോയിട്ട് ഒന്ന് കുറച്ച് നേരം ട്രെഡ്മില്ലിൽ നടക്കും അല്ലെങ്കിൽ സൈക്ലിങ് ചെയ്യും. എൻ്റെ ഇനീഷ്യൽ ഒരു 10 കിലോ കുറഞ്ഞത് പ്രോപ്പർ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങും പ്രോപ്പർ ആയിട്ടുള്ള വർക്കൗട്ട്സ് ഒക്കെ ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ വാട്ട് ഈസ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ്, എങ്ങനെയാണ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നത്, എന്ത് ഫുഡാണ് നമുക്ക് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗിൽ കഴിക്കാൻ പറ്റുന്നത്, ആർക്ക് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ചെയ്യാം, ആർക്ക് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ചെയ്യാൻ പാടില്ല, ഈ ടോപ്പിക്കൊക്കെ വളരെ ബ്രീഫായിട്ട് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഫസ്റ്റ് തിങ്, വാട്ട് ഈസ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ്? ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ഒരു ഡയറ്റ് അല്ല, അതൊരു ഫാസ്റ്റിംഗ് സൈക്കിൾ എന്നൊക്കെ പറയാം. ഒരു ഈറ്റിംഗ് പാറ്റേൺ ആണ്. നമ്മൾ ഒരു ദിവസം 24 മണിക്കൂറിൽ കുറച്ച് മണിക്കൂർ ഭക്ഷണം കഴിക്കുന്നു, ബാക്കി കുറച്ച് മണിക്കൂർ ഫാസ്റ്റിംഗ് ചെയ്യുന്നു, ഒന്നും കഴിക്കാതെ വ്രതം നോക്കുന്ന പോലെ. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ഫാസ്റ്റിംഗ് ചെയ്യുന്ന ആ പീരിയഡിൽ നമ്മുടെ ബോഡി എനർജി എങ്ങനെ ജനറേറ്റ് ചെയ്യും? നമ്മുടെ ബോഡിയിലുള്ള ഫാറ്റിനെ ബേൺ ചെയ്തിട്ടാണ് ആ എനർജി പ്രൊഡ്യൂസ് ചെയ്യണത്. അങ്ങനെ നമുക്ക് ഫാറ്റ് ലോസ് ഉണ്ടാവുന്നു, ഇൻ ടേൺ നമുക്ക് ഇഞ്ച് ലോസും കൂടെ വരുന്നു. അടുത്തത് ഹൗ ടു ഡു ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ്, എങ്ങനെയാണ് നമ്മൾ ഈ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നത്? ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗിന്റെ വളരെ ബേസിക് ലെവലാണ് 12:12 എന്ന് വെച്ചാൽ ഒരു ദിവസം നമ്മൾ 12 മണിക്കൂർ ഭക്ഷണം കഴിക്കുന്നു. നോർമൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന രീതിയിൽ തന്നെ ഭക്ഷണം കഴിക്കുന്നു. ബാക്കി 12 മണിക്കൂർ നമ്മൾ കംപ്ലീറ്റ്ലി ഫാസ്റ്റിംഗ് ചെയ്യുന്നു, വെള്ളം മാത്രം കുടിച്ച്. അതാണ് ഏറ്റവും ബേസിക് ലെവൽ 12:12. പിന്നെ നമുക്കത് കൂട്ടാം, 14:10 ആക്കാം, 16:8 ആക്കാം, പിന്നെ 18:6 ആക്കാം. ഇതിൽ 14:10 14 ആണ് ഫാസ്റ്റിംഗ് വിൻഡോ, 16:8 ആണ്, അതിൽ 16 ആണ് ഫാസ്റ്റിംഗ് വിൻഡോ, ആൻഡ് 18:6 18 ആണ് ഫാസ്റ്റിംഗ് വിൻഡോ. ഞാൻ തുടങ്ങിയ സമയത്ത് ട്രൈ ചെയ്തത് 14:10 ആണ്. സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങിയ സമയത്ത് 14 അവേഴ്സ് ഞാൻ ഫാസ്റ്റിംഗ് ചെയ്യും, കംപ്ലീറ്റ്ലി ഫാസ്റ്റിംഗ് ചെയ്യും, വെള്ളം കുടിച്ചിട്ട്. പിന്നെ 10 അവേഴ്സ് ഫുഡ് കഴിക്കും. പിന്നെ പതുക്കെ ഞാനത് കൂട്ടി 16:8 വരെ കൊണ്ടുവന്നു. 16 അവേഴ്സ് ഞാൻ ഫാസ്റ്റിംഗ് ചെയ്യും, 8 അവേഴ്സ് ഭക്ഷണം കഴിക്കും. പക്ഷേ ഈ 8 അവേഴ്സ് 16:8 ചെയ്ത സമയത്ത് ഞാൻ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് ഹോം കുക്ക്ഡ് മീൽസും പിന്നെ ഹെൽത്തി ഓൾട്ടർനേറ്റീവ്സ് ഒക്കെ കണ്ടുപിടിച്ച സമയമാണ്. അപ്പോൾ അതുകൊണ്ടും കൂടെ ആണ് എനിക്ക് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗിലൂടെ നല്ല റിസൾട്ട്സ് കിട്ടിയത്. ബിക്കോസ് ഐ മേഡ് സം ഹെൽത്തിയർ ചോയ്സസ് അലോങ് വിത്ത് ദ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ്. ഇനി അടുത്ത ചോദ്യം വരുന്നത്, നമുക്ക് ഫാസ്റ്റിംഗ് പീരിയഡിൽ ഫാസ്റ്റിംഗ് വിൻഡോയിൽ എന്തൊക്കെ കഴിക്കാം? ആക്ച്വലി ഫാസ്റ്റിംഗ് പീരിയഡിൽ ഒന്നും തന്നെ കഴിക്കാൻ പാടില്ല എക്സെപ്റ്റ് ഫോർ ഡ്രിങ്കിങ് വാട്ടർ. ഇഷ്ടംപോലെ വെള്ളം കുടിക്കാം. അത് നോർമൽ ഡേയിൽ തന്നെ നല്ലോണം നമ്മൾ വെള്ളം കുടിക്കണം. ഞാൻ ഒരു 3 liters വരെ വാട്ടർ കുടിക്കാറുണ്ടായിരുന്നു ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോഴും ഇപ്പോഴും ചെയ്യാറുണ്ട്. പക്ഷെ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ ശരിക്കും വെള്ളം കുടിക്കണം. പിന്നെ ബ്ലാക്ക് കോഫി, ബ്ലാക്ക് ടീ ആൻഡ് ഗ്രീൻ ടീ ഇതൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റും, ബട്ട് വിത്തൗട്ട് ഷുഗർ, വിത്തൗട്ട് എനി കൈൻഡ് ഓഫ് സ്വീറ്റ്നർ ആൻഡ് വിത്തൗട്ട് മിൽക്ക്. ഇൻ ഷോർട്ട്, ഫാസ്റ്റിംഗ് വിൻഡോന്റെ സമയത്ത് നമ്മുടെ ബോഡിയിലോട്ട് കാർബോഹൈഡ്രേറ്റ്സ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ചെല്ലാൻ പാടില്ല. പാലായാലും ഷുഗർ ആയാലും അത് നമ്മുടെ ബോഡിയിൽ ഗ്ലൂക്കോസ് പ്രൊവൈഡ് ചെയ്യും. സോ ഫാറ്റ് ബേണിംഗ് ഉണ്ടാവില്ല, നമ്മുടെ ബോഡി എനർജി പ്രൊഡ്യൂസ് ചെയ്യാം ആ ഗ്ലൂക്കോസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അധികം അതിൻ്റെ സയൻറ്റിഫിക് ഡീറ്റെയിൽസിലോട്ടും ഞാനൊന്നും പോണില്ല. അത്യാവശ്യം അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതേ ഉള്ളൂ. ഇനി ഈറ്റിംഗ് വിൻഡോയിൽ എന്തൊക്കെ കഴിക്കാം? ഈറ്റിംഗ് വിൻഡോയിൽ നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ നോർമൽ ഹോം കുക്ക്ഡ് മീൽസ് കഴിക്കുക. നല്ല ന്യൂട്രീഷൻ ഡെൻസ് ആൻഡ് എല്ലാ രീതിയിലും ബാലൻസ് മീൽ കഴിക്കുക.
പ്രോട്ടീൻസ് ആയാലും കാർബ്സ് ആയാലും ഫാറ്റ്സ് ആയാലും ഫൈബർ ആയാലും ഒരു പ്ലേറ്റിൽ ഇത് എല്ലാം ഉണ്ടാവുന്ന രീതിയിൽ നമുക്ക് ഭക്ഷണം കഴിക്കാം. ഞാൻ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് തുടങ്ങിയ സമയത്ത് നോർമൽ ഹോം കുക്ക്ഡ് മീൽസ് ആ ഈറ്റിംഗ് പീരീഡിൽ കഴിക്കുമായിരുന്നു. ഇഡ്ഡലി ആയാലും ദോശ ആയാലും ചപ്പാത്തി ചോറ് എല്ലാം കഴിക്കാറുണ്ടായിരുന്നു. ബട്ട് ഐ ജസ്റ്റ് മെയ്ഡ് ഷുവർ ദാറ്റ് ഒരു പ്ലേറ്റിൽ പ്രോട്ടീൻ കാർബ്സ് ഫാറ്റ്സ് ഫൈബേഴ്സ് എല്ലാം റിച്ച് ആയിട്ടുള്ള നല്ല ബാലൻസ് മീൽ കഴിക്കാൻ ഞാൻ നോക്കാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഹെൽത്തിയർ ഓൾട്ടർനേറ്റീവ്സിലോട്ട് മാറിയപ്പം ഞാൻ 3 കാര്യങ്ങളായിരുന്നു മെയിനായിട്ട് ചേഞ്ച് ചെയ്തിരുന്നത്. ഒന്ന്, ഞാൻ റൈസ് കഴിക്കില്ലായിരുന്നു. റൈസിൻ്റെ ഐറ്റംസ് ഒന്നും കഴിക്കില്ലായിരുന്നു. ലൈക്ക് ഇഡ്ഡലി ദോശ റൈസ് കൊണ്ടുണ്ടാക്കി ഒന്നും കഴിക്കില്ല. വൈറ്റ് റൈസ് ആയാലും നമ്മുടെ മട്ട റൈസ് എന്തായാലും. റൈസിന് പകരം ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് ബ്രൗൺ റൈസ് ആണ്. ബ്രൗൺ റൈസിൽ കുറച്ചുകൂടെ കാർബ്സ് കുറവാണ്, അതുകൊണ്ടാണ് ഈ ബ്രൗൺ റൈസ് കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇത് പ്രോസസ്സ് ചെയ്യാത്ത കാരണം അതിൽ ഫൈബർ കണ്ടന്റ് കൂടുതലാണ് കമ്പയർഡ് ടു വൈറ്റ് റൈസ്. അപ്പം റൈസ് കംപ്ലീറ്റ്ലി ഒഴിവാക്കിയായിരുന്നു. ബ്രൗൺ റൈസ് മാത്രമല്ല, ഞാൻ കീനുവ ഓൾട്ടർനേറ്റീവ് ആയിട്ട് കഴിച്ചിട്ടുണ്ട്, നുറുക്ക് ഗോതമ്പ് ഓൾട്ടർനേറ്റീവ് ആയിട്ട് കഴിച്ചിട്ടുണ്ട് റൈസിന് പകരം. പിന്നെ സെക്കൻഡ് തിങ് ഇസ്, ഞാൻ ഓയിൽ ഒത്തിരി കുറച്ചായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ സൺഫ്ലവർ ഓയിൽ കംപ്ലീറ്റ്ലി ഒഴിവാക്കിയായിരുന്നു. ഞാൻ ഡീപ് ഫ്രൈ ഒന്നും കഴിക്കാറില്ലായിരുന്നു, ഷാലോ ഫ്രൈയും അങ്ങനെയൊന്നും കഴിക്കാറില്ലായിരുന്നു. ഓയിൽ വേണ്ട ഫുഡിൽ ഞാൻ 1 ടീസ്പൂൺ അല്ലെ മാക്സിമം 1 ടേബിൾ സ്പൂൺ മാത്രം എണ്ണ ഇട്ടിട്ട്, തോരനായാലും കറിയായാലും എന്തായാലും 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട്, ഒരു ദിവസത്തെ ആണേ പറയണേ, ഒരു ദിവസം 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാൻ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. നമ്മുടെ സൺഫ്ലവർ ഓയിലൊക്കെ നിർത്തിയിട്ട് കോക്കനട്ട് ഓയിൽ, സെസമി ഓയിൽ, പിന്നെ ഓലിവ് ഓയിൽ, ഇതൊക്കെയായിരുന്നു ഞാൻ കുക്കിംഗ് മീഡിയമായിട്ട് യൂസ് ചെയ്തിരുന്നത്. പിന്നെ തേർഡ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഞാൻ ഷുഗർ കംപ്ലീറ്റ്ലി കട്ട് ചെയ്തു. ഷുഗർ കംപ്ലീറ്റ്ലി കട്ട് ചെയ്തെന്ന് വെച്ചാൽ ചായയിൽ എനിക്ക് മസ്റ്റ് ആയിരുന്നു ഷുഗർ. ചായ ഞാൻ 2 നേരം ഉറപ്പായിട്ടും ഇപ്പോഴും കുടിക്കാറുണ്ട്, പക്ഷേ ഫുൾ വിത്തൗട്ടാണ്, ഷുഗർ ഇടില്ല. പലർക്കും ഷുഗറിൻ്റെ ഓൾട്ടർനേറ്റീവ് വേണമെന്നൊക്കെ പറയും. ലൈക്ക് ഇനീഷ്യലി ഞാൻ തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ ഷുഗറിന് പകരം ജാഗരി പൗഡർ യൂസ് ചെയ്തിട്ടുണ്ട് ചായക്കൊക്കെ. പിന്നെ വേറെ ഐറ്റംസിലൊക്കെ ഹണി ഇടുമായിരുന്നു, മേപ്പിൾ സിറപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്, കോക്കനട്ട് ഷുഗർ യൂസ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഓൾട്ടർനേറ്റീവ്സ് ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ആയപ്പോഴത്തേക്കും ഞാനത് കംപ്ലീറ്റ്ലി നിർത്തി. എനിക്കതുകൊണ്ടൊരു ആ ഒരു ഓൾട്ടർനേറ്റീവ് കാരണം എനിക്കൊരു ഗുണമില്ല എന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തു. ഞാൻ ഷുഗർ അങ്ങനെ ചായയിലൊക്കെ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തായിരുന്നു. ഇപ്പോഴും ഞാൻ അതുപോലെ തന്നെ വല്ലപ്പോഴും വെരി റെയർ ആയിട്ട് എനിക്ക് അത്ര ക്രേവിങ് തോന്നിയാൽ മാത്രം ഞാൻ ജാഗരി ടീ ശർക്കര ഇട്ട് ചായ കുടിക്കും. അല്ലാതെ ഞാൻ ഷുഗർ ഐറ്റംസ് കംപ്ലീറ്റ്ലി, കേക്ക്സ് ബേക്കറി ഐറ്റംസ് അതൊക്കെ കംപ്ലീറ്റ്ലി നിർത്തിയിരിക്കുക. ഇനി ഈ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ടൈമിംഗ് എങ്ങനെ സെറ്റ് ആക്കണം, ഞാൻ എൻ്റെ ടൈമിംഗ് പറയാം. 16:8 ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പം 7 o'clock ഈവനിങ് 7 o'clock ഞാൻ ഡിന്നർ കഴിക്കും. അത് കഴിഞ്ഞ് എൻ്റെ ഫാസ്റ്റിംഗ് വിൻഡോ അങ്ങ് സ്റ്റാർട്ട് ആവും. 7 o'clock വാസ് മൈ ലാസ്റ്റ് മീൽ. 7 o'clock ടു നെക്സ്റ്റ് ഡേ 11 AM 11 AM വരെ ഞാൻ എൻ്റെ ഫാസ്റ്റിംഗ് വിൻഡോ ആയിരുന്നു. 11 o'clock ആയിരിക്കും ഞാൻ ഫസ്റ്റ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് 11 o'clock. അപ്പോൾ 7 PM ടു 11 AM ആയിരുന്നു എൻ്റെ ഫാസ്റ്റിംഗ് വിൻഡോ. 11 AM ടു 7 PM ആയിരുന്നു എൻ്റെ ഈറ്റിംഗ് വിൻഡോ. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, എൻ്റെ ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഞാൻ സ്ലീപ്പിംഗ് പീരീഡ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിലായിരുന്നു എൻ്റെ ഫാസ്റ്റിംഗ് വിൻഡോ സെറ്റ് ആക്കിയത്. പിന്നെ എനിക്ക് രാവിലെ എണീക്കുമ്പം ഇമ്മീഡിയറ്റ്ലി ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്നോ അങ്ങനെ ഒരു ക്രേവിംഗ് ഉണ്ടാവാറില്ല. അത് ലേറ്റ് ആയാലും കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ 11 മണി വരെ 11 AM വരെ എനിക്ക് വെയിറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടായിരുന്നു. ചിലവർക്ക് അത് പറ്റില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേ പറ്റൂ, അങ്ങനെ എന്ന് വെച്ചാൽ രാവിലെ തന്നെ എണീറ്റാൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് വേണം എന്നുള്ള ഒരു ക്രേവിംഗ് ഉള്ളവരുണ്ട് പലരും. അപ്പോൾ അങ്ങനെയുള്ളവർ ഉച്ചയ്ക്ക് ലഞ്ച് കഴിഞ്ഞിട്ട് ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു 2 മണി 3 മണി ലഞ്ച് കഴിച്ച് ഈറ്റിംഗ് പീരിയഡ് അങ്ങ് നിർത്തുക. എന്നിട്ട് 2 o'clock ടു നെക്സ്റ്റ് ഡേ മോർണിംഗ് വരെ 8 മണി വരെ ഫാസ്റ്റിംഗ് ചെയ്യാം. ഇത് ഞാൻ പറയുന്നത് 16:8 സൈക്കിളാണ്. ഏറ്റവും മാക്സിമം ഞാൻ ട്രൈ ചെയ്തിരിക്കുന്ന 18:6 ആണ്. ഇച്ചിരി കട്ടിയാണ് ചെയ്യാൻ, പക്ഷെ സ്റ്റിൽ ഇഫ് നല്ലോണം ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ആ 6 hours നമ്മൾ നല്ലോണം നമുക്ക് വയറ് നിറയുന്ന, മനസ്സ് നിറയുന്ന, പിന്നെ നല്ല പ്രോട്ടീൻ കാർബ്സ് എല്ലാ രീതിയിലും റിച്ച് ആയിട്ടുള്ള ന്യൂട്രീഷൻ ഡെൻസ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആ 18 hours വിശക്കുകയില്ല. ഇനി വിശക്കുകയാണെങ്കിൽ കട്ടൻ കാപ്പി, കട്ടൻ ചായ, ഗ്രീൻ ടീ, വെള്ളം കുടിക്കാം വിത്തൗട്ട് ഷുഗർ ആൻഡ് വിത്തൗട്ട് മിൽക്ക്. ഇനി എത്ര ദിവസം ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ചെയ്യാം കണ്ടിന്യൂസ് ആയിട്ട്?
കണ്ടിന്യൂസ് ആയിട്ട് ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു സാഹസത്തിന് പോയിട്ടില്ല. വീക്ക്ലി 2 days അല്ലെ 3 days ഒക്കെ നമുക്ക് ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് ബിഗിനേഴ്സിന് ട്രൈ ചെയ്യാം. ബിഗിനേഴ്സ് ആകുമ്പോൾ ഞാൻ 2 days ആണ് പറയുന്നത്. 3 days വരെയൊക്കെ പോവാം. 4 days ഇസ് ദ മാക്സിമം. ഒരു വീക്കിൽ 4 days മാക്സിമം ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യാം. കണ്ടിന്യൂസ് ചെയ്യാതെ ഓൾട്ടർനേറ്റ് ഡേയ്സ് ആയിട്ട് ട്രൈ ചെയ്യാം. കണ്ടിന്യൂസ് 7 days a week ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നവരുണ്ട്. പിന്നെ ഒരു മന്ത് ഒക്കെ ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നവർ, ഞാനത് തെറ്റാണെന്ന് ഞാൻ പറയണില്ല, പക്ഷെ ഞാനത് ട്രൈ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാനത് സജസ്റ്റ് ചെയ്യില്ല. ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ഒരു മീൽ പ്ലാൻ, ഒരു സാമ്പിൾ മീൽ പ്ലാൻ ഞാൻ അടുത്ത് തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഒരു വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ഡ്യൂറിങ് ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ്, ആ ഒരു വീഡിയോ അടുത്ത് തന്നെ വരുന്നതായിരിക്കും. അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് നമ്മൾ ഈറ്റിംഗ് പീരിയഡ് മാനേജ് ചെയ്യണത്. ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിങ്ങിൽ എന്തൊക്കെ കഴിക്കാൻ പറ്റും, എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്, എന്തൊക്കെ കുറച്ച് റെസിപ്പികളൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. ആ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ആർക്ക് ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യാം, ആർക്ക് ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യാൻ പാടില്ല. പ്രഗ്നൻറ്റ് ലേഡീസ് ഫോർ ഓബ്വിയസ് റീസൺസ് ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് ഒന്നും ചെയ്യാൻ പാടില്ല. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മെഡിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഡയറ്റീഷ്യൻ അല്ലെങ്കിൽ ഒരു ന്യൂട്രീഷ്യസിനെ അല്ലെങ്കിൽ നിങ്ങളുടെ നോർമൽ ഡോക്ടറിനെ ആരെങ്കിലും കണ്ട് ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് വേണം ഈ ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് ട്രൈ ചെയ്യാൻ. ഇതല്ലാതെ നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു അഡൾട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതായിരുന്നു ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിങ്ങിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഏകദേശം എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഇതല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമെൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ല് പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അത് പ്രസ് ചെയ്താലേ എൻ്റെ അടുത്ത് വരുന്ന വീഡിയോ അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. താങ്ക് യു.